കപ്പൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 8 വൈകിട്ട് 6 മണിക്ക് കപ്പൂർ അമേറ്റിക്കര ഹരിമംഗലം ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ വേദിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് കുമരനെല്ലൂർ സെന്ററിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. വാദ്യഘോഷങ്ങളും വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഇടം പിടിക്കും. അമേറ്റിക്കര ഹരിമംഗല ക്ഷേത്ര പരിസരത്ത് ഘോഷയാത്ര എത്തിച്ചേരുന്നതോടെ പൊതുസമ്മേളനം തുടങ്ങും. ശിവഗിരി മഠം ധർമ്മഗിരി ക്ഷേത്രം സെക്രട്ടറി സ്വാമി അഭയാനന്ദ ഉദ്ഘാടനം ചെയ്യും. വിശ്വ ഹിന്ദു പരിഷത്ത് തൃശൂർ വിഭാഗ് സത്സംഗ പ്രമുഖ് ഡോക്ടർ KU ഷാജി ശർമ്മ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് സമാദരണം, കലാപരിപാടികൾ എന്നിവയും നടക്കുമെന്ന് സ്വാഗത സംഘം പ്രസിഡന്റ് VA ജയശ്രീ, രക്ഷാധികാരി പത്മജ വേണുഗോപാൽ, ട്രഷറർ KU രഘുനന്ദൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. അമേറ്റിക്കര ഹരിമംഗലം ക്ഷേത്ര പരിസരത്ത് ഒരു സാംസ്കാരിക ഘോഷയാത്രയോടെ 5 മണിക്ക് തുടങ്ങുന്നു. വൈകുന്നേരം മാർച്ച് 8 വനിതാ ദിനം കൂടിയായ ആ ദിവസമാണ് നടക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മുമ്പിൽ നിന്ന് തുടങ്ങുന്നു, ക്ഷേത്ര പരിസരത്ത് അവസാനിക്കുന്നു. അതിനുശേഷം 6 മണിക്ക് പൊതുയോഗം. അതില് വിവിധ രംഗങ്ങളില് പ്രതിഭ തെളിയിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ കലാപരിപാടികളുണ്ട്. ഈ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും ഉള്ളവരെ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടങ്ങി പലതരത്തിലുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ഉദ്ഘാടനം സ്വാമി അഭയാനന്ദയാണ്. ധർമ്മഗിരി ക്ഷേത്രം സെക്രട്ടറി ആയിട്ടുള്ള ശിവഗിരി മഠത്തിന്റെ സ്വാമി അഭയാനന്ദയാണ് ഉദ്ഘാടനം. മുഖ്യ പ്രഭാഷണം ചെയ്യുന്നത് ഡോക്ടർ KU ഷാജി ശർമ്മയാണ്. ഇപ്പൊ രാഷ്ട്രീയ ജാതി ഭേദമില്ലാതെ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ, ഹിന്ദു ധർമ്മത്തിൽ സനാതന ധർമ്മ മൂല്യങ്ങൾ കൂടുതൽ ഈ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. കാരണം സനാതന ധർമ്മ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സഹിഷ്ണുതയും സർവാശ്ലേഷിയാണത്. അപ്പൊ അത് സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോഴാണ് സമൂഹം നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ. അപ്പൊ ഇത് ഉദ്ദേശിച്ചിട്ടാണ് ഏകതാ സമ്മേളനം നടക്കുന്നത്. സനാതന ധർമ്മ മൂല്യങ്ങൾ ഉള്ള ഒരു സമൂഹം, അതിൽ നിന്നൊക്കെ തിരിഞ്ഞു നടക്കുന്ന ഒരു ജനതയെ വീണ്ടും അതിലേക്ക് കൊണ്ടുവരിക. കാരണം വേരുകൾ പുഷ്ടിപ്പെട്ടാലാണല്ലോ നമ്മളുടെ മരമാണെങ്കിലും ഒക്കെ തളിർത്ത് നന്നായിട്ട് വരിക. അതുപോലെ സനാതന ധർമ്മമൂല്യമാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് ജനങ്ങളെ കൂടുതൽ ആകൃഷ്ടരാകുക. സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞ പോലെ ആധ്യാത്മികതയെ മുറുകെ പിടിക്കുക. പിന്നെ മറ്റ് നരവംശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെ മുഴുവൻ അതിന് കീഴ്പ്പെടുത്തുക. അതിൽ നിന്നാണ് ഒരു നല്ല സമുദായം വളർന്നു വരിക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ തരത്തിലും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ തരത്തിലും ഒരു ബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഐക്യം അതിലൂടെ. കാരണം സനാതന ധർമ്മമൂല്യം എന്ന് പറഞ്ഞാൽ സർവാശ്ലേഷിയാണ്, സഹിഷ്ണുത പുലർത്തുന്നതാണ്. ഇതൊക്കെ ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഏകതാ സമ്മേളനം നടക്കുന്നത്. പൊതുയോഗത്തിന് ശേഷം പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമി അഭയാനന്ദയാണ്. ധർമ്മഗിരി ക്ഷേത്രം സെക്രട്ടറിയാണ്. മുഖ്യ പ്രഭാഷണം ഡോക്ടർ KU ഷാജി ശർമ്മ. ഇവരാണ് പ്രധാനമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ബാക്കി നാട്ടിലെയൊക്കെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവും, അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കലാപരിപാടികളുണ്ട്. പൊതുയോഗത്തിന് ശേഷം കലാപരിപാടികളുണ്ട്. പിന്നെ സമാദരണമുണ്ട്. വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരെ സമാദരിക്കുന്ന പരിപാടി കൂടി അവിടെ നടക്കുന്നുണ്ട്.